Hi guys, welcome back to Zulcia Talks. ടോപ്പിക്കിലേക്ക് പോണതിന് മുന്നേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് ഉണ്ടാക്കിയതാണെന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട്? പോട്ടെ, നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. കബോർഡ്, പാത്രം, പ്ലേറ്റ്, എന്താ പറയാ, മിറർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കി തന്നെ ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മുടെ വീട്ടിലിരിക്കുന്ന മിററിന് പകരമായിട്ട് നല്ല ഗോൾഡ് നല്ല പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? പോട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വീടിന്റെ പുറത്തുള്ള മണ്ണുണ്ടല്ലോ, മണ്ണ് ഒരു കംപ്ലീറ്റ് അതൊരു ഗോൾഡൻ സോയിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അതെങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ആയിരിക്കില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. ഇങ്ങനത്തെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഒരു നാട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇങ്ങനെ ഒരു നാട് മാത്രമല്ല, ഒരു കൺട്രി ഫുള്ള് ഇങ്ങനെ ഇതുപോലൊരു ഗോൾഡൻ കൺട്രി ലോകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ജുവാൻ മാർട്ടിനസ് എന്ന് പറയുന്ന ഒരാള് 500 വർഷങ്ങൾക്ക് മുൻപ് അയാളുടെ മരണക്കിടക്കയിൽ വെച്ച് ഞാൻ ഈ രാജ്യത്ത് പോയിട്ടും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് മരിച്ചുപോയി. ഇയാൾ ഈ ഒരൊറ്റ വാർത്തയെ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ആയിരക്കണക്കിന് രാജാക്കന്മാര് 10-200 കൺട്രികളിൽ നിന്ന് 100 കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഒരു ഫാന്റസി വേൾഡ് നോക്കി അലഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഫാന്റസി വേൾഡിന്റെ പേരാണ് എൽ ഡൊറാഡോ. KGF സിനിമ കണ്ടവർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഈ എൽ ഡൊറാഡോനെ കുറിച്ച്. എന്ന് വെച്ചാൽ അതിലൊരു പാസിംഗ് റെഫറൻസ് ആയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എൽ ഡൊറാഡോനെ പറ്റി അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആള് റിപ്ലൈ ചെയ്യുന്നുണ്ട്, അറിയാലോ, 100 കണക്കിന് വർഷങ്ങളായിട്ട് 100 കണക്കിന് രാജാക്കന്മാര് ഈ ഒരു മായ നഗരത്തെ നോക്കി മാറ്റി മാറ്റി പോരാടി മരിച്ചുപോയ ആ നഗരമല്ലേന്ന്. സൗത്ത് അമേരിക്കയിലെ ആമസോൺ ഫോറസ്റ്റിലെ കൊളംബിയയുടെ പകുതിയിൽ എവിടെയാണ് ഈ എൽഡോറാഡോ എന്നാണ് പറയപ്പെടുന്നത്. 500 വർഷങ്ങൾക്ക് മുൻപ് ഈ നഗരത്തിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജുവാൻ മാർട്ടിനസ് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് നിന്ന് തന്നെ വരാം. ഇദ്ദേഹം ഒരു സ്പെയിൻകാരനാണ്. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ യൂറോപ്പിലുള്ള ആൾക്കാരൊക്കെ ഓരോരോ കൺട്രീസിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ അടിമകളാക്കിയിട്ട് അവിടെയുള്ള വൈരം അതുപോലെ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവർ വലിയ പണക്കാരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടില് എന്താ പറയാ, ബ്രിട്ടീഷുകാർ വന്ന പോലെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന പോലെ അങ്ങനെ ഒരിക്കലും ഇവർ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ അടിമകളാക്കി തിരിച്ചു കൊണ്ടുവരുന്ന സമയം ഈ ജുവാൻ മാർട്ടിനസ് എന്ന് പറയുന്ന ആള് അവർ തിരിച്ചു കൊണ്ടുവരുന്ന കപ്പലിലെ കപ്പിത്താനായിരുന്നു. അപ്പൊ ആള് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു മിസ്റ്റേക്ക് പറ്റുകയാണ്. ഇവരുടെ ഗൺ പൗഡർ ഇദ്ദേഹം ആവശ്യമില്ലാതെ കത്തിച്ചു കളയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഗൺ പൗഡർ മുഴുവൻ കത്തിപ്പോയി. അപ്പൊ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ ഇദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടില് ഇദ്ദേഹത്തെ പിടിച്ച് കടലിലിട്ടു. ചെറിയ ബോട്ടിൽ ഇദ്ദേഹത്തെ ഇട്ടിട്ട് ഇവർ കടലിൽ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ഇവർ സ്പെയിനിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ വന്നിട്ട് കപ്പലിൽ എല്ലാവരും ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് എന്നെ എല്ലാവരും കൂടെ ഒരു ചെറിയ ബോട്ടിലിട്ട് കടലിലിട്ടിട്ട് പോയി. അത് ഇട്ടിട്ട് പോയത് തന്നെ എന്റെ ബോധം പോയി, മണിക്കൂറുകൾ കടന്നുപോയി. ഞാൻ അങ്ങനെ കരയിലെത്തി. ഞാൻ എന്റെ ബോധം വന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ ചുറ്റിനും കുറെ ട്രൈബൽസ് പീപ്പിൾസ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ വലിയ വലിയ വെപ്പൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ എന്തായാലും അവർ കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ കീഴടങ്ങി അവരുടെ മുന്നിലിരുന്നു. പക്ഷെ അവരെന്നെ കൊന്നില്ല എന്ന്. അവരൊരു കറുത്ത തുണി എന്റെ മുഖത്തോട് ഇട്ടിട്ട് അവരെന്നെ നടത്തിക്കൊണ്ടുപോയി. ഏകദേശം ഞാൻ എത്ര ദിവസം നടന്നു വെച്ചാൽ ഒരു 15 ദിവസത്തോളം ഞാൻ നടന്നിട്ടുണ്ടാവും. 15ാമത്തെ ദിവസം അവരെന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്റെ കെട്ടഴിച്ചു. ഞാൻ അവിടെ വെച്ച് കാണുന്നത് എന്റെ കൺമുന്നിൽ ഒരു വലിയ സ്വർണം കൊണ്ടുള്ള ഒരു വലിയ കൊട്ടാരമാണ് ഞാൻ കാണുന്നതെന്ന്. എന്താണ് ഈ കൊട്ടാരം തന്നെ സ്വർണം കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം താഴത്തോട്ട് നോക്കുമ്പോൾ താഴെ കിടക്കുന്ന മണ്ണ് വരെ സ്വർണം കൊണ്ടുള്ള മണ്ണാണെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു വലിയൊരു കിങ് ഉണ്ട്, ഒരു രാജാവ് ഇരിക്കുന്ന കാണുന്നുണ്ട്. രാജാവിനെ നോക്കുമ്പോൾ രാജാവിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരിട്ടിരിക്കുന്ന ഡ്രസ്സ് അടക്കം അവിടെയുള്ള എന്താ പറയാ, ഓരോ വേലി കെട്ടിയിരിക്കുന്ന കല്ലും റോഡും എല്ലാം ഗോൾഡ് കൊണ്ടുള്ളതാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാം ഗോൾഡ് കൊണ്ടാണെന്ന് ഇദ്ദേഹം റിയലൈസ് ചെയ്യുന്നു. ഇദ്ദേഹം പറയാണ്, ഇവര് ആമസോൺ കാടുകൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. ഇവര് പുറത്തോട്ട് വന്നവരുടെ ഐഡന്റിറ്റി കാണിക്കില്ല. ആ ആമസോൺ കാടുകൾക്കുള്ളിൽ തന്നെ പതുങ്ങി ജീവിച്ചിരിക്കുന്ന ഒരു ടീമാണ് ഇവര്. ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആണ് അവര്. അവർക്ക് ഗോൾഡ് ഒരു വാല്യുബിൾ മെറ്റലേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു റോട്ടിലും അല്ലാതെ അവർ യൂസ് ചെയ്യുന്ന ഒരു പ്ലേറ്റ്, ഗ്ലാസ് അടക്കം സകല സാധനങ്ങളും ഗോൾഡ് ആകുമ്പോൾ അവർക്ക് അതൊരു വാല്യുബിൾ മെറ്റലേ ആയിരിക്കത്തില്ല.
അദ്ദേഹം ഒരു 7 മാസക്കാലം അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അവിടുത്തെ രാജാവ് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇനി ഇവിടെ നിൽക്കുകയാണോ അതോ നിങ്ങളുടെ നാട്ടിലേക്ക് പോവാണോ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഞാൻ എന്റെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം അവിടുത്തെ ആൾക്കാർ ഇദ്ദേഹത്തിന് വീണ്ടും കറുപ്പ് തുണി കൊണ്ട് മുഖം ഫുള്ള് കവർ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് എവിടെ കൊണ്ട് കിട്ടിയോ അവിടെ 15 ദിവസം നടത്തി കൊണ്ടുപോയിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ എവിടെ കിട്ടിയോ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇദ്ദേഹം പിന്നെ ബോട്ടിൽ കയറി ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് സ്പെയിനിലെത്തുകയാണ് തിരിച്ച്. അതിനുശേഷം ഇദ്ദേഹം ഇതൊരു ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ വെച്ച് ഇദ്ദേഹം ഇത് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് മരിച്ചും പോയി. ഇദ്ദേഹത്തെ ഒരുപാട് പേര് വിശ്വസിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ അബ്ദുൽ കലാമിനെയൊക്കെ പോലെ അവരുടെ നാട്ടിൽ ഭയങ്കര റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഒരുപാട് 100 കണക്കിന് രാജാക്കന്മാർ ഈ എൽ ഡൊറാഡോ അന്വേഷിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം സ്പെയിൻ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്ന് 100 കണക്കിന് രാജാക്കന്മാർ ഈ ഒരു എൽ ഡൊറാഡോ അന്വേഷിച്ച് ഇറങ്ങാണ്. അപ്പോൾ ഇവർ കാണുന്ന ഒരു കോമൺ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗത്ത് അമേരിക്കയിലെ ട്രൈബൽസിന്റെ കയ്യിൽ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്ന പാത്രം, ഗ്ലാസ് ഇതെല്ലാം കൂടുതലും ഗോൾഡ് കൊണ്ടുള്ള ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കുകയാണ് ഗോൾഡ് എന്ന് പറയുന്ന ഇവിടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെറ്റലേ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗോൾഡൻ സിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് ഇവർ മനസ്സിലാക്കി. ഇവർ വീണ്ടും 100 കണക്കിന് വർഷങ്ങളായിട്ട് ഇവർ ഈ എൽ ഡൊറാഡോ അന്വേഷിച്ച് പോവാണ്. പക്ഷെ ഒരാൾക്ക് പോലും ഈ എൽ ഡൊറാഡോ എവിടെയാണുള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പോകുന്ന പോക്കിലാണ് ചിലവർ ഈ ആമസോൺ നദി പ്രോപ്പറായിട്ട് ഏതൊക്കെ റൂട്ടിൽ കൂടെ ഒഴുകുന്നെന്നുള്ള റൂട്ട് മാപ്പ് വരെ കണ്ടുപിടിച്ച് തുടങ്ങിയത്. പിന്നെ ഇവർ ഈ എൽ ഡൊറാഡോ അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ ഒരുപാട് പുതിയ അസുഖങ്ങൾ വരുന്നതാവട്ടെ, ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആനിമൽസ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതാവട്ടെ, അതുകൂടാതെ ഈ ആദിവാസികൾ തന്നെ അവരുടേതായിട്ടുള്ള വെപ്പൺസ് ഉപയോഗിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതാവട്ടെ, അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടന്നു. ഇവർക്ക് ഈ എൽ ഡൊറാഡോ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് രാജാക്കന്മാർ ഇങ്ങനെ മരണപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാവണം, എന്തായാലും ഇനി ഇവിടുത്തെ എന്താ പറയുക ട്രൈബൽസ് പീപ്പിൾസിനെ ജയിച്ചിട്ട് അവരെ എതിർത്ത് തോപ്പിച്ചിട്ട് ഇവരുടെ നാട്ടിൽ എന്തായാലും കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവരോട് ചോദിക്കാം ഇത് എവിടുന്നാ നിങ്ങൾക്ക് ഈ ഗോൾഡ് കിട്ടുന്നതെന്ന് ഇവരോട് ചോദിക്കാന്ന് വിചാരിച്ച് ഈ സ്പെയിൻകാരും ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാർക്ക് ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഗോൾഡ് കിട്ടുന്നത്, നിങ്ങൾ സാധാരണയായിട്ട് പ്ലേറ്റ്, ഗ്ലാസ് ഇതെല്ലാം ഗോൾഡിലാണല്ലോ യൂസ് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ഇവരോട് ചോദിക്കാം. അപ്പൊ ഇവർ പറയാണ് ഇത് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഈ നദിയിൽ നിന്ന് ഒഴുകി വന്ന് കിട്ടുന്നതാണ്, ആമസോൺ നദിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി വന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതെന്താണ് നദിയിൽ നിന്നൊക്കെ ഗോൾഡ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയണം ഇതിന്റെ മേളിൽ ഒരു വലിയ നദിയുണ്ട്, ആ നദിയിൽ ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ആ ഫെസ്റ്റിവൽ കാരണം ആ നദിയിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്, ആ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന ഗോൾഡാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഇവർ ഈ ആൾക്കാരോട് പറയും. അപ്പൊ അവർ ചോദിക്കണം എന്താണ് ഇതിന് മാത്രം ഗോൾഡ് അതിന്റെ മേളിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയാണ് അവര്. ഇതാണ് ഒരുപാട് പേര് കൂടുതലായിട്ടും ഇത് വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സിവിലൈസേഷൻ ഉണ്ട്, ആസ്റ്റക്, ഇൻക, മായൻ, അങ്ങനെ ഒരുപാട് സിവിലൈസേഷൻ ഉണ്ട്. അതുപോലെ ഇതിന്റെ മേളിൽ ഒരു മനാവോ എന്ന് പറഞ്ഞിട്ട് സിവിലൈസേഷൻ ഈ നദിക്കരയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത്. മനാവോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ എൽ ഡൊറാഡോ എന്ന് പറയുന്ന എക്സാക്ട് സ്വർണ്ണ നഗരം എന്നല്ല, സ്വർണ്ണ മനുഷ്യൻ എന്നാണ് ഇതിന്റെ മീനിങ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവർ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇവർ പറയണേ ഈ നദിയുടെ അരികിൽ ജീവിക്കുന്ന ഈ മനാവോ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഒരു ആചാരമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം അടുത്ത രാജാവാകാൻ വരുന്ന ഒരാളെ ഇവർ 3 ദിവസം ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ, ഡ്രസ്സോ വസ്ത്രങ്ങളോ ഒന്നും കൊടുക്കാതെ ആളൊരു ഗുഹയ്ക്കുള്ളിൽ അടച്ചിടും. ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് ആനിമൽസ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് മരിക്കാതെ 3ാമത്തെ ദിവസം കഴിഞ്ഞ് ഈ രാജാവാകാൻ പോകുന്ന ആള് ഗുഹയ്ക്ക് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇയാളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു ഗോൾഡൻ ബോട്ടിൽ ഈ രാജാവിനെ നദിയുടെ നടുക്ക് കൊണ്ട് നിർത്തും. ആ നദീനെ ചുറ്റി ഒരുപാട് ആൾക്കാർ ഈ ഗ്രാമത്തിലുള്ള നാട്ടുകാർ മുഴുവൻ നിൽക്കും. അതിനുശേഷം വസ്ത്രം ഒന്നുമില്ലാതെ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ശരീരത്തെ കളിമണ്ണ് തേച്ച് വെക്കുകയാണ്. ശരീരത്തെ ഫുള്ള് കളിമണ്ണ് തേച്ച് കവർ ചെയ്ത് വെക്കുകയാണ്. ആ കളിമണ്ണ് തേച്ച് കവർ ചെയ്തതിനു ശേഷം അവരുടെ കയ്യിൽ ഗോൾഡ് എന്ന് വെച്ചാൽ അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ആയിട്ടല്ല ഗോൾഡിനെ കാണുന്നത്, ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റൽ ആയിട്ടാണ് ഇവർ കാണുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കളിമണ്ണ് പൂശി വെച്ചേക്കുന്ന ഈ രാജാവാകാൻ പോകുന്ന ആളുടെ ശരീരത്ത് ഗോൾഡ് വെച്ചിട്ട് പൊതിഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ കളിമണ്ണും ആളെയും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ടൊരു സ്വർണം കൊണ്ടുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അതാണ് ഇവർ പറയുന്നത് എൽ ഡൊറാഡോ എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് സ്വർണ്ണ മനുഷ്യൻ എന്നാണ് അതിന്റെ മീനിങ്. ഗോൾഡൻ മാൻ അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നദിയുടെ സെന്ററിലേക്ക് എടുത്ത് ചാടുകയാണ്. അദ്ദേഹം നദിയിൽ എടുത്ത് ചാടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള കളിമണ്ണ്, ഗോൾഡ് എല്ലാം ആ നദിയിൽ അലിഞ്ഞു ചേരും. ആ നദിയിൽ നിന്ന് പിന്നെ പൊങ്ങി വരുന്ന ആളെ ഇവര് അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുകയും രാജാവിൽ ഇവർ ഒരു ദൈവമായിട്ട് ഇവർ കാണുകയാണ്. കാരണം അത്രയും സർവൈവൽ ആയിട്ട് വന്ന ഒരാളെ ഇനി അവര് രാജാവായിട്ട് അഭിഷേകം ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് ഇവർ എത്തുകയാണ്. അപ്പൊ ഈ രാജാവിന്റെ ശരീരത്തിൽ നിന്ന് അലിഞ്ഞു ചേർത്തിട്ടുള്ള ആ ഗോൾഡ് ആ നദിയിൽ അടിഞ്ഞുകൂടുകയും അത് ആ നദിയിൽ നിന്ന് ഒഴുകി താഴെയുള്ള ട്രൈബൽസിന്റെ അടുത്തേക്ക് എത്തുകയും ആ എത്തുന്ന ഗോൾഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഇവർക്കൊരു വലിയ ഡൗട്ട് വരിക, ഇവിടെ ഇത്രയും ഗോൾഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ മേലെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ഒക്കെ ആനിമൽസ് അറ്റാക്ക് ചെയ്തിട്ടും ഡിസീസ് വന്നിട്ടും ഇവർ പിന്നോട്ട് പോവാതെ വീണ്ടും ഇവര് ആ ഒരു നഗരത്തെ നോക്കി അന്വേഷിച്ച് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നീട് വരുന്ന ഒരുപാട് എക്സ്പ്ലോറേഴ്സും ട്രാവലേഴ്സും ഒക്കെ പറയണം ഇത് കംപ്ലീറ്റ് ഒരു കെട്ടുകഥയാണ്, ഇതൊന്നും ആരും വിശ്വസിക്കില്ലെന്ന് പറയുകയാണെങ്കിൽ പോലും
ഇപ്പോഴും ഇന്നും ഈ എൽഡോറാഡോ അന്വേഷിച്ച് ആമസോൺ കാടുകളിൽ അന്വേഷിക്കുന്ന ആൾക്കാരുടെ സംഖ്യ വളരെ 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 കൂടുതലാണ്. എന്തെങ്കിലും ഞങ്ങൾക്ക് ഇത് കിട്ടുന്നു പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആമസോൺ കാടുകളിലെ ഈ എൽഡോറാഡോ. ഈ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സർ വാൾട്ടൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടുകാരൻ ഇത് തേടി പുറപ്പെടുകയാണ് 100 വർഷങ്ങൾക്ക് മുൻപ്. സ്പെയിനിലുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ഇംഗ്ലണ്ടുകാർക്കും പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹം പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ജുവാൻ മാർട്ടിനസ്, അദ്ദേഹത്തിന്റെ വളരെ വലിയ ഫാനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഇദ്ദേഹം പോകുന്നത് ഈ എൽഡോറാഡോ അന്വേഷിച്ചിട്ട്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നദിക്കരയിൽ ഒരുപാട് ഗോൾഡ് ഇദ്ദേഹം കാണണം. ആ ഗോൾഡൊക്കെ ഇദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് ഇംഗ്ലണ്ടിൽ കൊണ്ട് കാണിക്കുകയാണ്, കണ്ടോ അങ്ങനെ ഒരു നഗരം ഉണ്ട്, എനിക്ക് ഗോൾഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെയുള്ള നാട്ടുകാരെ ഫുള്ള് വിശ്വസിച്ച് ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന്റെ മകനെയും കൂടിയിട്ട് അത് അന്വേഷിച്ച് പോവുകയാണ്. പോണതിന് മുന്നേ ഇംഗ്ലണ്ടിലെ രാജാവ് ഇദ്ദേഹത്തോട് പറയണം, നീ എലെങ്കിലൊക്കെ പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഗോൾഡ് എടുത്തിട്ടോ, പക്ഷെ സ്പെയിൻകാരുമായിട്ട് മാത്രം വഴക്കിന് പോയേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞിട്ട് മകനെ കൂട്ടിയിട്ട് പോവാണ്. ഇദ്ദേഹത്തിന് പ്രായമായതുകൊണ്ട് മകനെയാണ് കാടിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നു, മകന്റെ തല വെട്ടിയ രീതിയിൽ മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹം ഓർക്കാണ് സ്പെയിൻകാരായിരിക്കും ഇവരെ കൊന്നത്. അപ്പൊ സ്പെയിൻകാർ പറഞ്ഞു, ഞങ്ങളൊന്നും അല്ല ഇവരെ ഈ മകനെ കൊന്നെന്ന് പറയുന്നത്. എന്തായാലും മകൻ മരിച്ചു, മകന്റെ ഡെഡ് ബോഡി കൊണ്ട് ഇയാൾ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ രാജാവ് ഇദ്ദേഹത്തിന് മേളിൽ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നു. നീ എന്തിനാണ് ആവശ്യമില്ല സ്പെയിൻകാരുമായിട്ട് വഴക്കിന് പോയെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അവിടെ വെച്ച് കൊന്നു കളയാണ്. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എൽ ഡൊറാഡോ എന്ന് പറയുന്ന ഈ മായ നഗരത്തെ അന്വേഷിച്ച് പോയ ആരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് അന്വേഷിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, അങ്ങനത്തെ അവസ്ഥയിലെത്തും. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കെട്ടുകഥ എന്ന് കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത് ബിലീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ സൗത്ത് അമേരിക്കയിലുള്ള ആ ട്രൈബൽസ് പീപ്പിൾസ് പറയുന്നത് ഇപ്പോഴും അതിന്റെ മേളിൽ അതുപോലത്തെ ഒരു നഗരം ഉണ്ട് എന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ ഈ ഒരു 2020 പോലും അല്ലെങ്കിൽ 2019 പോലും ആമസോൺ കാടുകൾക്കുള്ളിൽ പിരമിഡ്സ് ആണെങ്കിലും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പിരമിഡ്സ് ആണെങ്കിലും അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നാൾ കഴിഞ്ഞിട്ടും മനുഷ്യരുടെ കണ്ണിന് കാണാതെ ഇത് എവിടെ ഒളിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. മേ ബി ഈ എൽഡോറാഡോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവാം, പറയാൻ പറ്റത്തില്ല എന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇനി അടുത്ത ആഴ്ച നല്ലൊരു കണ്ടന്റുമായിട്ട് നല്ലൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും സൈനിങ് ഓഫ് സുൽസിയ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.